ഇതാണ് വയലറ്റ് ചീരച്ചേമ്പ്. കണ്ടില്ലേ, വയലറ്റ് തണ്ടുകളും ഇലകളുടെ അടിഭാഗമൊക്കെ കണ്ട വയലറ്റ് കളറിലുള്ള വരകളും ഇതേപോലത്തെ നല്ല ഡാർക്ക് കളറ് ഇലകളൊക്കെ കൂടിയതാണ് ഈ വയലറ്റ് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലത്തെ പച്ച ചീരച്ചേമ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ വയലറ്റ് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗുണങ്ങളൊക്കെ കൂടിയതും കാണാൻ നല്ല ഭംഗിയുള്ളതും കണ്ട നമുക്ക് റയറായിട്ടുള്ള ഒരു ചെടിയാണ് ഈ വയലറ്റ് ചീരച്ചേമ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലറ്റ് ചീരച്ചേമ്പിൻ്റെ തൈ വന്നെങ്കിൽ ഭയങ്കര താമസമാണ്. ഒരു വർഷത്തിൽ ഒരു തൈയൊക്കെ വരുള്ളൂ ഈ വയലറ്റ് ചീരച്ചേമ്പിന്. നമ്മുടെ പച്ച ചീരച്ചേമ്പെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തൈകളുണ്ടാവും. പിന്നെ അതാണ് നമുക്കിത് കിട്ടാനായിട്ട് പ്രയാസം. അപ്പോൾ തൈ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് പച്ചക്ക് കഴിക്കാം. കിഴങ്ങെന്ന് പറഞ്ഞാലും ചെറിയ കിഴങ്ങായിരിക്കുള്ളൂ. ചീരച്ചേമ്പെന്ന് പറഞ്ഞാലും അറിയാലോ കിഴങ്ങ് ഉണ്ടാകൂല. ഇതിൻ്റെ ഇലയും തണ്ടൊക്കെയാണ് നമുക്ക് കറിക്ക് ഉപയോഗിക്കണത്. ഇലക്കും തണ്ടിനൊന്നും ചൊറിച്ചിലുണ്ടാകൂല. പിന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 2 ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തോരനാക്കി ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ ഇലക്കറി വേണമല്ലോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ചീരച്ചേമ്പിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 2 ഇല ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൂമ്പ് ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കറിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല. പിന്നെ ഒരു ഇളം മധുരമൊക്കെയാണ് നമുക്ക് പരിപ്പിട്ട് കറി വെക്കാനും അതേപോലെ തോരൻ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ കിഴങ്ങ് പോലില്ല, നമുക്ക് പച്ചക്ക് കഴിക്കാനും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പം ചേമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ചൊറിച്ചിലുള്ളതാണ്. നമ്മൾ ഇലയും തണ്ടൊന്നും കറി വെക്കാറില്ല. ഈ ചെറിയ ചേമ്പിൻ്റെയൊക്കെ കറി വെക്കൂല. അപ്പോൾ മിക്ക ചേമ്പുകൾക്കും ചോദിച്ചാൽ അതിൻ്റെ കിഴങ്ങുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത്. ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉണ്ടാകൂല, ഇലയും തണ്ടൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് സീസണില്ല, നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നടാം. പിന്നെ നല്ല വെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. കണ്ട ഇവിടെ ഞാനിപ്പോൾ ഒരു തണലത്താണ് നട്ടേക്കണത്. തണൽ മതി ചീരച്ചേമ്പുകൾക്കൊക്കെ. അത് ചേമ്പുകൾക്ക് പൊതുവേ തണലത്ത് നമ്മൾ തെങ്ങിൻ്റെയൊക്കെ ഇടവേളയൊക്കെ ഇട്ടാണുള്ള ചേമ്പുകളൊക്കെ നടണത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ചീരച്ചേമ്പുകൾക്കും ഒരു തണലുള്ള സ്ഥലത്ത് നട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ നമുക്ക് വലിയ ഇലകളായിട്ട് ഇത് ഇതേപോലെ ഒന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളൂ. കണ്ടേ ഞാനിവിടെ ഒരുപാട് വയലറ്റ് ചീരച്ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്നുമല്ല, നന്നായിട്ട് വളർന്നിട്ട് നമുക്ക് ഒരിലയൊക്കെ തന്നെ മതി നമുക്ക് 2 ആളുള്ള വീട്ടിലൊക്കെ തോരൻ വെക്കാനൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ കിട്ടുമെങ്കിൽ എല്ലാവരും മേടിച്ച് നടണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു ഇലക്കറിയാണ് ഈ ചീരച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ. മുമ്പെന്ന് പറഞ്ഞാൽ ചീരച്ചേമ്പിനെ പറ്റി ആർക്കും അറിഞ്ഞൂല. വിദേശത്തുനിന്ന് വന്ന ഒരു ഇനമാണ് ഈ ചീരച്ചേമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ചീരച്ചേമ്പൊക്കെ വന്ന് തുടങ്ങിയേക്കണത്. അപ്പോൾ ഈ ചീരച്ചേമ്പിൽ കുറച്ച് അയണൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ചീരച്ചേമ്പാണ് ഈ വയലറ്റ് ചീരച്ചേമ്പ്. അപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് ഇത് ഓരോന്ന് നട്ടുപിടിപ്പിക്കുക. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ തൈ തന്നെ നട്ടുപിടിപ്പിക്കണം. അതിൻ്റെ വേരിൽ നിന്നിട്ടാണ് ഇങ്ങനെ തടത്തിൽ നിന്നിട്ടാണ് ഇതിന് തൈകൾ വന്നത്. അപ്പോൾ കണ്ട ഇന്നിപ്പോൾ ചെറിയ തൈകൾ ഇങ്ങനെ വന്നാണ്ട ഇവിടെ ഒരു ചെറിയ തൈ വന്നു. ഇതാണ് ഇതിൻ്റെ തൈകൾ. അപ്പോൾ ഈ തൈകൾ നമ്മൾ ചാണകപ്പൊടിയും ഈ കമ്പോസ്റ്റ് വളങ്ങൾ അധികവും ചവറ് ചപ്പ് പൊടിഞ്ഞ വളങ്ങളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചവറും ചപ്പ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് തൈയൊക്കെ വരും തോന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ തൈ കിട്ടുകയാണെങ്കിൽ ആ തൈ നട്ടിട്ട് ഒരു പ്രാവശ്യം നട്ടാൽ മതി. പിന്നെ നമുക്ക് പിന്നെ പോകേണ്ടി ഒന്നും വരില്ല. അപ്പം അത് പോകുകയില്ല, പിന്നെ അത് അവിടെ നിന്ന് വളർന്നോളും. അപ്പോൾ എല്ലാവരും ചീരച്ചേമ്പിൻ്റെ തൈയൊക്കെ നടാം. പിന്നെ വേനൽക്കാലത്ത് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം വേണം എപ്പോഴും. ചേമ്പിനൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം വേണ്ട ഒരു ചെടിയാണ് ഈ ചേമ്പൊക്കെ. നമ്മൾ മഴ തുടങ്ങണേക്ക് മുമ്പാണ് ചേമ്പ് വർഗ്ഗങ്ങളൊക്കെ നടണത്. അപ്പോൾ മഴക്കാലത്ത് നല്ലോണം വെള്ളം കിട്ടും. അപ്പോൾ അത്യാവശ്യമാണ്. നനച്ചു കൊടുത്താൽ നന്നായിട്ട് വളർന്നു കിട്ടും. അപ്പോൾ എല്ലാവരും വയലറ്റ് ചീരച്ചേമ്പിൻ്റെ തൈകളൊക്കെ വാങ്ങിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.